BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. അതോടെ പഞ്ചായത്തിൽ കേവലം 8 മാസം പോലും പ്രായമാകാത്ത BJPയുടെ ഭരണം വീണു. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണച്ചതോടെയാണ് BJPക്ക് ഭരണം നഷ്ടമായത്. ഇനി അവരുടെ പാർട്ടിയിൽ ഏതു തരത്തിലുള്ള കോളിളക്ക സൃഷ്ടിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആകെയുള്ള 2 LDF അംഗങ്ങളാണ് അങ്ങനെ UDFിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. BJPയുടെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന പ്രസാദിനെതിരെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും UDF അത് വിജയിപ്പിച്ചെടുത്തതും. അതായത് നാരങ്ങാനം പഞ്ചായത്തിൽ BJPക്കും കോൺഗ്രസിനും 6 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ LDFന് 2 അംഗങ്ങളായിരുന്നു. അങ്ങനെ 14 അംഗങ്ങളായിരുന്നു ആകെ നാരങ്ങാനം പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നതിന് തൊട്ടു പിന്നാലെ ടോസിലൂടെയായിരുന്നു BJPക്ക് ഭരണം ലഭിച്ചത്. പക്ഷേ BJP അധികാരം പിടിച്ചുവെങ്കിലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നാരങ്ങാനത്തിൻ്റെ കാലങ്ങളായുള്ള പല പ്രശ്നങ്ങളിലും ഇടപെടൽ നടത്തുന്നതിന് BJPയുടെ ഭരണസമിതി പരാജയപ്പെട്ടതോടെ UDF അവിശ്വാസം കൊണ്ടുവരാൻ നിർബന്ധിതരായി. അതുപോലെ തന്നെ 2 സീറ്റുകൾ മാത്രമുള്ള ഇടതുപക്ഷത്തിനും ഭരണസമിതിക്കെതിരെ തിരിയാനുള്ള സമ്മർദ്ദം ഏറി വന്നു. അതോടെ ഒരുമിച്ചു ഭരിക്കും എന്നുള്ള കാര്യത്തിലല്ല, BJPയെ താഴെ ഇറക്കാം എന്നുള്ള കാര്യത്തിൽ ഈ 2 മുന്നണികളും തീരുമാനമെടുത്തു. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 2 LDF പ്രതിനിധികളും CPMൻ്റെ അംഗങ്ങളാണ്. പഞ്ചായത്തിൻ്റെ താൽപ്പര്യങ്ങൾ മറന്നൊരു പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരായ പൊതുവികാരമാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ പ്രതിഫലിച്ചത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സ്വജനപക്ഷപാതത്തിനെതിരായ വിധിയെഴുത്താണ് ഈ കണ്ടതെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഏതായാലും BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഏകദേശം 25-നടുത്താണ് ഉള്ളത്. പക്ഷേ എല്ലായിടത്തുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷമില്ലാതെ പലരുടെ സഹായത്തിൽ ഭരിക്കുന്നത്, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ അധികാരം കിട്ടിയിട്ടുള്ളത് ഒക്കെയാണ് കൂടുതലായും ഉള്ളത്. അങ്ങനെയാകുമ്പോൾ ഏത് സമയവും അവിശ്വാസ പ്രമേയ നീക്കങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അങ്ങനെ വരുമ്പോഴെങ്കിലും നന്നായി ഭരിക്കുകയും നാടിൻ്റെ പിന്തുണ തേടാനും ഒന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് BJPക്ക് കിട്ടുന്ന തിരിച്ചടികൾക്കുള്ള വേഗത കൂടുന്നത്. ഏതായാലും പത്തനംതിട്ടയിലെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു പഞ്ചായത്ത് ഭരണം BJPക്ക് നഷ്ടമായിരിക്കുന്നു. ഇനി ആരാണത് തുടർന്ന് ഭരിക്കും എന്നുള്ളത് ദിവസങ്ങൾക്കകം അറിയാം.